ഹലോ ഗൈസ്, ഹൗ ആർ യു? ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് പാൻ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ്. ഫ്രീ ആയിട്ട് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ അല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ പാൻ കാർഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ വെറും 50 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ പാൻ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടാവുമല്ലോ, ആ ആധാർ കാർഡ് വേണം. അതുപോലെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ, അത് വേണം. അത് രണ്ട് മാത്രം മതി. ഇപ്പോൾ നിങ്ങളെ എങ്ങനെയാണ് ഈ പാൻ കാർഡ് എടുക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് നമ്മൾ പാൻ കാർഡ് എടുക്കുന്നത്. അപ്പോൾ ആധാർ കാർഡിലെ സെയിം ഫോട്ടോയും മറ്റു നെയിം ഫോർമാറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആധാർ കാർഡിൽ അതുപോലെ തന്നെയാവും നമ്മുടെ ഈ പാൻ കാർഡിൽ വരുന്നത്. 18 വയസ്സിന് മുകളിലവർക്ക് മാത്രം കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ നിങ്ങൾ 50 രൂപ കൊടുത്ത് നിങ്ങൾ റീപ്രിന്റിന് റിക്വസ്റ്റ് ചെയ്ത് ഒരു 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് നമ്മുടെ പോസ്റ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ്ലി പ്രിന്റ് ചെയ്തിട്ടുള്ള പാൻ കാർഡ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഇങ്ങനെ പാൻ കാർഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ റീപ്രിന്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ പാൻ കാർഡിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ അതിലുണ്ടാവില്ല. പകരം നിങ്ങളെ സൈൻ ചെയ്യാനുള്ള ഒരു ഇത് കാണാം അവിടെ നിങ്ങൾ വീഡിയോ KYC ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അവർ സൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല മാർക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ സൈൻ ചെയ്യാൻ പറ്റും. സൈൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും, ഒരു ഭാഗം ഉണ്ടാവും അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള. പിന്നെ നിങ്ങളുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ ഫാദർ നെയിം ഉണ്ടാവില്ല. നിങ്ങളുടെ ഫാദർ നെയിം വെച്ചിട്ടുള്ള പാൻ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ വേറെ സൈറ്റിലാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ഓൺലൈനിലൂടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വീഡിയോ KYC ചെയ്യുമല്ലോ. വീഡിയോ KYC ചെയ്യുമ്പോൾ നമ്മൾ പാൻ കാർഡ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ ഫാദർ നെയിം ഇല്ലെങ്കിൽ ചില ആൾക്കാർ കേട്ടോ, എല്ലാവരും അല്ല, ചില കമ്പനികൾ അത് അപ്രൂവ് ആക്കൂല. അവര് പറയും ഫാദർ നെയിമുള്ള പാൻ കാർഡ്, ഒറിജിനൽ പാൻ കാർഡ് വേണമെന്ന്. അപ്പോൾ നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞില്ല, വേറെ സൈറ്റിൽ കൂടി നമ്മൾ റീപ്രിന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അതിന് 50 രൂപ അല്ല, വേറെ 50 രൂപക്ക് മുകളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അതിന്റെ എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ റീപ്രിന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ആദ്യം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റന്റ് ഇ പാൻ കാർഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന സൈറ്റിൽ രണ്ടാമതായിട്ട് കാണാം incometax.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന സൈറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ കാണാം ഇൻസ്റ്റന്റ് ഇ പാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഗെറ്റ് ന്യൂ ഇ പാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ 12 അക്ക ആധാർ കാർഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഐ കൺഫേം ദാറ്റ് എന്നുള്ള അത് നിങ്ങൾ അവിടെ ടിക്ക് കൊടുക്കുക. ആ ടിക്ക് കൊടുത്ത ശേഷം നിങ്ങൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം ഐ ഹാവ് റീഡ് എന്നുള്ള അത് നിങ്ങൾ ടിക്ക് കൊടുത്താൽ ജനറേറ്റ് ആധാർ OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് 6 അക്ക OTP വരും. ആ 6 അക്ക OTP നിങ്ങളവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അടിയിൽ കാണാം ഐ അഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് എന്നുള്ള അത് നിങ്ങൾ ഇവിടെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ആധാർ കാർഡിലെ ഫോട്ടോയും സെയിം ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതൊക്കെ കറക്റ്റ് അല്ലേ നോക്കിയിട്ട് പിന്നെ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് മെയിൽ ഐ ഡിയുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. അത് വേണമെങ്കിൽ നിങ്ങൾ വെരിഫൈ മെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെയിൽ ID അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് OTP എന്നുള്ളത് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളെ മെയിൽ ID യിലേക്ക് OTP വരും. ആ OTP അവിടെ വാലിഡേറ്റ് ചെയ്യുക. എന്നിട്ട് ഐ അക്സെപ്റ്റ് ദാറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താണ്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ഇ പാൻ കാർഡ് റിക്വസ്റ്റ് ചെയ്യുകയും സക്സസ്ഫുൾ ആയിരുന്നു. ഇനി 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെസ്സേജായിട്ട് നിങ്ങൾക്ക് പാൻ കാർഡിൻ്റെ നമ്പർ ലഭിക്കും. അതിനുശേഷം SMS ആയിട്ട് ചിലപ്പോൾ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 24 മണിക്കൂറിന് ശേഷം ഈ സെയിം വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ഗെറ്റ് ന്യൂ ഇ പാൻ കാർഡിൻ്റെ അടിയിൽ കാണാം ഡൗൺലോഡ് ഇ പാൻ. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ നമ്പർ അടിച്ചു കൊടുക്കുക. ആധാർ കാർഡിൽ നിന്ന് നമ്പർ അടിച്ചു കൊടുത്ത് OTP അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പാൻ കാർഡ് പാൻ കാർഡിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ PDF പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, ഇയർ എന്ന് ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പാൻ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് 24 മണിക്കൂറിന് ശേഷം ഈ PDF ഡൗൺലോഡ് ചെയ്താണ്ട് നിങ്ങൾക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിന്റ് ചെയ്താണ്ട് ലാമിനേഷൻ ചെയ്താണ്ട് അല്ലെങ്കിൽ PVC പ്രിന്റ് ചെയ്യുന്ന ഷോപ്പൊക്കെ ഉണ്ടാവും. അവിടെ പോയി നിങ്ങൾക്ക് അങ്ങനെ PVC പ്രിന്റ് ചെയ്താണ്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്. പക്ഷെ അത് ഒറിജിനലായിട്ട് കണക്ക് കൂട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒറിജിനൽ പാൻ 50 രൂപ കൊടുത്ത് നമ്മൾ പോസ്റ്റ് വഴി വരുത്തുന്ന പാൻ കാർഡ് മേലെ ഒരു പ്രത്യേക ഒരു ഇതുണ്ടാവും, ഒരു സിമ്പിൾ ഉണ്ടാവും. സൈഡിൽ കാണിച്ചു തരാം. അത് നമ്മൾ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ അത് കിട്ടൂല. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് ഒറിജിനലായിട്ട് കണക്ക് കൂട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒറിജിനൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 50 രൂപ കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അത് നിങ്ങൾക്ക് എങ്ങനെയാ നമുക്ക് റീപ്രിന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് റീപ്രിന്റ് പാൻ കാർഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന സൈറ്റിൽ കാണാം ഇതുപോലെ ഇതിൽ കാണിക്കുന്നതെന്നില്ല UTIITSL പറഞ്ഞ സൈറ്റ് ഉണ്ടാവും, റീപ്രിന്റ് പാൻ കാർഡ് കാണിക്കുന്ന. അത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാൻ സർവീസ് പോർട്ടൽ പറഞ്ഞിട്ട് സൈറ്റ് ഇതുപോലെ ഓപ്പൺ ആയി വരും. അത് നിങ്ങൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം റീപ്രിന്റ് പാൻ കാർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങളെ പാൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മന്തും ഇയറും മാത്രം, പിന്നെ അവിടെ ഒരു ക്യാപ്ച ഉണ്ടാവും, അതും ടൈപ്പ് ചെയ്യുക. അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ പ്ലീസ് വെരിഫൈ യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് കാണിക്കുമ്പോൾ അത് നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അടുത്ത പേജിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ നിങ്ങളെ പാൻ കാർഡും ഫോൺ നമ്പറും മെയിൽ ID ഒക്കെ കാണിക്കും. അതൊക്കെ കറക്റ്റുള്ള നോക്കുക. പിന്നെ അവിടെ ഒരു ക്യാപ്ച കാണാം. ആ ക്യാപ്ച നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇതിലേക്കാണ് വേണ്ടിയത് ചോദിക്കും. മെയിലിലേക്കാണെങ്കിൽ മെയിലിലേക്ക്, SMS ആയിട്ടാണ് SMS ആയി, രണ്ടിലേക്ക് വരണമെങ്കിൽ ബോത്തൊന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ കൊടുത്താണ് അങ്ങനെ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുത്താണ് നിങ്ങൾ അവിടെ അടിയിൽ കാണാം ഒരു കോൺസെൻറ്റ്. അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അവിടെ ഒരു ടിക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സെൻഡ് OTP എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പോപ്പപ്പ് ആയിട്ട് OTP സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ എന്നായിട്ട് ഒരു പേജ് വരും. അത് നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവിടെ OTP എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ കറക്റ്റ് OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക നിങ്ങൾ. ഇനി അടുത്തത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് നമ്പറിലൂടെയാണ് പേ ചെയ്യുന്നത്, അപ്പോൾ ആ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. അതിൻ്റെ അടിയിൽ മെയിൽ ID അടിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ കൺഫേം പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. റീപ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 50 രൂപയാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നെറ്റ് ബാങ്കിങ് ഉണ്ട്, അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാം. അതുപോലെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ, പിന്നെ ഏതെങ്കിലും വാലറ്റ് ഉണ്ടല്ലോ, Paytm വാലറ്റ്, അതുപോലത്തെ വാലറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ UPI ആപ്പിൽ ഫോൺപേ, ഗൂഗിൾ പേ, Paytm പോലത്തെ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാം. അപ്പോൾ ഒറ്റ ക്ലിക്കിൽ ബാക്ക് അടിക്കാതെ തന്നെ നിങ്ങൾ പേ ചെയ്യാം. അല്ലെങ്കിൽ ഇത് എറർ വന്ന് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒന്നുപാടെ ചെയ്യേണ്ടി വരും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ UPI ആപ്പിൽ നിന്ന് നിങ്ങൾ ബാക്ക് അടിച്ചാൽ നിങ്ങൾ മറ്റേ പേയ്മെൻറ്റ് പേജിലേക്കാണ് തിരികെ വരിക. അപ്പോൾ അവിടെ ടൈമിംഗ് ആണ്. അപ്പോൾ അത് പേയ്മെൻറ്റ് സക്സസ് ആയെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വരും. യുവർ പാൻ റീപ്രിൻറ്റ് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി, പാൻ റീപ്രിൻറ്റ് ആപ്ലിക്കേഷൻ നമ്പർ എന്നൊരു നമ്പറാണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി അവിടെ തന്നെ നമ്മൾ റീപ്രിൻറ്റിന് അപ്ലൈ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഡൗൺലോഡ് റെസിപ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണം നല്ലത്. ഇനി എന്തെങ്കിലും കാരണവശാൽ എറർ സംഭവിച്ചാൽ നിങ്ങൾക്ക് ഈ റെസിപ്റ്റ് വെച്ച് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് SMS ആയിട്ട് ലഭിക്കും ഇതിൻ്റെ ഇത് കൺഫർമേഷൻ. അപ്പോൾ ഗൈസ് ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ പാൻ കാർഡ് എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോനെ പറ്റുന്ന നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഞാൻ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.